രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഇന്ന് ഉച്ചയോടെ ഫയൽ ചെയ്യും. ഹൈക്കോടതി നാളെ പരിഗണിക്കും. അഡ്വക്കേറ്റ് എസ് രാജീവാണ് അഭിഭാഷകൻ. ഷപ്നയുടെ വിശദാംശങ്ങളുമായി. ഷപ്ന, പറയൂ വിവരങ്ങൾ. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്ന ആദ്യഘട്ടത്തിൽ തന്നെ സൂചന നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത് എന്ന വാർത്തകളും വന്നിരുന്നു. ഏതായാലും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേന ഇന്ന് ഉച്ചയോടെ കൂടി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനം. നാളെ ഹൈക്കോടതി പ്രവൃത്തി ദിവസമാണ്. സാധാരണ നിലയിൽ അത്തരത്തിൽ ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമല്ലെങ്കിലും നാളെ മറ്റൊരു അവധിയുടെ ഭാഗമായി നാളെ പ്രവൃത്തി ദിവസമായി കോടതി നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യും എന്നാണ് നമുക്ക് അഭിഭാഷകനിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും രാഹുൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സെഷൻസ് കോടതി വേണ്ട രീതിയിൽ തെളിവുകൾ പരിശോധിക്കാതെയാണ്, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ തെളിവുകൾ പരിശോധിക്കാതെയാണ് സെഷൻസ് കോടതി വിധി പറഞ്ഞത്. അതുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണം, തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്ന ആവശ്യമായിരിക്കും ഉന്നയിക്കുക. ഷബ്ന, ഇക്കാര്യത്തിലെ കൂടുതൽ സാധ്യതകൾ ഏത് നിലയ്ക്കാണ്? ഹൈക്കോടതി നാളെ ഇക്കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാദപ്രതിവാദങ്ങളൊക്കെ എത്ര ദിവസം വരെയൊക്കെ നീളുമായിരിക്കും? എങ്ങനെയായിരിക്കും വിശദമായൊരു വാദമൊക്കെ നടക്കാനുള്ള സാധ്യതകൾ? എങ്ങനെയായിരിക്കും ഹൈക്കോടതിയിൽ നടക്കാനിടയായ സാഹചര്യങ്ങൾ? വാദം തന്നെയാണ് ഹൈക്കോടതിയിൽ നടക്കുക. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ നാളെ ഈ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണെങ്കിൽ സാധാരണ നിലയിൽ നമുക്കറിയാം, ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഹർജികൾ എത്തിയാൽ നോട്ട് അറസ്റ്റ്, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒരു ഉത്തരവ് കൈപ്പറ്റുക, അതിനുശേഷം ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന ആവശ്യം എന്തായാലും ഈ കേസിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ്. പോലീസ് ആണെങ്കിൽ രാഹുലിനെ പിടികൂടണം എന്ന രീതിയിൽ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യാവുന്നതിന് വിലക്ക് അത്തരത്തിലുള്ള ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ജാമ്യാപേക്ഷ പിന്നീട് നീണ്ടുപോയാലും ഈ രാഹുലിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാകില്ല. അതുകൊണ്ട് ഏതായാലും അത്തരം ഒരു നീക്കം തന്നെ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം, പോലീസിന്റെ വിശദീകരണം തേടുകയായിരിക്കും നാളെ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഇതിൽ വിശദമായ വാദം നടത്തുക. ഏതായാലും അറസ്റ്റ് തടയണം എന്നൊരാവശ്യം, ഒരു ഇടക്കാല ആവശ്യം നാളെ ഉന്നയിക്കാനാണ് സാധ്യത. ശരി ഷപ്ന.